അമരക്കുനിയിൽ വന്യജീവി ആക്രമണം. വട്ടമല സ്വദേശി ജിജോയുടെ ആടിനെ ആക്രമിച്ചു കൊന്നു. കടുവയാണ് ആക്രമിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കും. സുജിത്ത് അയ്യപ്പത്ത് ഒരിക്കൽ കൂടി വയനാട്ടിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. അപ്പോൾ ഇത് ആ പ്രദേശത്ത് വയനാട്ടിലെ ഒരു സ്ഥിരം പ്രശ്നമായിട്ട് ഈ വന്യജീവി ആക്രമണം മാറുന്നുണ്ട്. ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരിടത്താണ്. അവിടെ എല്ലായിടത്തും ഈ പറയുന്ന പോലെ കടുവ, പുലി, ആന ഇതൊക്കെ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന സാഹചര്യം. ഒരു ശാശ്വതമായ പരിഹാരം, അതിനെന്താണ് പോംവഴി എന്ന് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിക്കുന്നു. എന്താണ് സംഭവിച്ചത് ഇന്നലെ ഇവിടെ പുൽപ്പള്ളി? പ്രവിത, പ്രജിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും ഈ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസമാണ് ഈ കടുവ ഇറങ്ങി ഒരു ആടിനെ കൊലപ്പെടുത്തിയത്. ആടിനെ ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട പാപ്പച്ചൻ എന്ന വിളിക്കുന്ന ജോസഫിന്റെ ആടിനെയാണ്, നാരകത്തറയിൽ ജോസഫിന്റെ ആടിനെയാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ മേഖലയിൽ, അതായത് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ 14 ക്യാമറ ട്രാപ്പുകളും 2 നിരീക്ഷണ ക്യാമറകളും ഒപ്പം തന്നെ കൂടും സ്ഥാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. പക്ഷേ ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഈ കടുവയുടെ ഇതെന്ന് കരുതുന്ന ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് നാട്ടുകാർ. അതിന്റെ പഗ് മാർക്ക് അടക്കം പരിശോധിച്ചിട്ടുണ്ട് വനം വകുപ്പ്. കടുവ തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതായത് ഈ ആക്രമിച്ച അതേ കടുവ തന്നെയാകാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് വനം വകുപ്പും വ്യക്തമാക്കുന്നത്. എന്തായാലും വട്ടമല ജിജോ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ഈ ആട്ടിൻകൂട്ടിൽ നിന്നാണ് ആടിനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കൊന്നിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ ആ മേഖല എന്ന് പറയുന്നത് വ്യാപകമായി തോട്ടങ്ങളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പകൽ മറഞ്ഞിരിക്കുകയും രാത്രി എത്തി ഈ ഇത്തരത്തിൽ മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. തൊട്ടടുത്താണ് കുറിച്യാട് വനമേഖല, വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായ വനമേഖലയാണ്. ഇവിടെ നിന്നും ഒരുപക്ഷെ ഈ പ്രായാധിക്യം മൂലം നാട്ടിലിറങ്ങുന്ന കടുവയാകാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാകാനുള്ള സാധ്യത. അതാണ് ഈ ആടിനെ എല്ലാം തന്നെ പിടികൂടുന്നത് എന്നുള്ളതാണ് വനംവകുപ്പും അനുമാനിക്കുന്നത്. കടുവയെ പിടികൂടാൻ ആ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ആട് നഷ്ടപ്പെട്ട ആൾക്ക് ധനസഹായം നൽകാനുള്ള നടപടികൾ ഉൾപ്പെടെ വനംവകുപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.